ദുബായ് നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 6% വീതം വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട്. 2040 ആകുമ്പോഴേക്കും നഗരത്തിലെ ജനസംഖ്യ ഇരട്ടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആകെ ജനസംഖ്യയിൽ 92% പ്രവാസികളാണ്. ദുബായിലെ റോഡ് വികസന പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മതാർ അൽ താഹിറാണ് നഗര ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞത്. 40 ലക്ഷത്തോളം ജനങ്ങളാണ് ദുബായ് നഗരത്തിൽ നിലവിലുള്ളത്. ഇത് 2040 ആകുമ്പോഴേക്കും 80 ലക്ഷമാകും. ഏതാണ്ട് ഇരട്ടിയോളം വർധന ജനസംഖ്യയിലുണ്ടാകും. ആകെ ജനസംഖ്യയിൽ 23 ലക്ഷത്തോളം പുരുഷന്മാരും 1.25 ലക്ഷത്തോളം സ്ത്രീകളുമാണ്. ജനസംഖ്യയിലെ ഈ വർധനയ്ക്കനുസരിച്ച് വാഹനങ്ങളും വർദ്ധിക്കുന്നുണ്ടെന്ന് മതാർ അൽ താഹിർ പറഞ്ഞു. 25 ലക്ഷം വാഹനങ്ങളാണ് നിലവിൽ ദുബായിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് ആകെ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളിൽ പകുതിയും ദുബായിലാണ്. നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടുത്ത 3 വർഷത്തിനുള്ളിൽ 30 വൻകിട പദ്ധതികൾ നടപ്പാക്കും. ബ്ലൂ ലൈൻ മെട്രോ പദ്ധതി അടക്കം യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരവുമാകും. തിരക്കേറിയ സമയത്ത് ഉയർന്ന ടോൾ നിരക്ക് ഈടാക്കാൻ തീരുമാനിച്ചതോടെ ഷെയ്ഖ് സായിദ് റോഡിലെ വാഹന തിരക്ക് 9% കുറഞ്ഞിട്ടുണ്ടെന്നും മതാർ അൽ താഹിർ വിശദീകരിച്ചു. ദുബായിൽ നടന്ന കണക്ടിംഗ് ബ്രിഡ്ജസ് സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതൃഭൂമി ന്യൂസ്, ദുബായ്.